ഫസ്റ്റ് ഹാഫ് നമുക്ക് എവിടേക്ക് ഒരു അടികപ്പിയായി കൂട്ടാണ് ഫീൽ ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നല്ല എൻഗേജ് ആയിട്ട് തോന്നും. ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ഒരു മിസ്റ്ററി ഉണ്ട്. ശരിക്കുള്ള സംഭവം നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് അനുബന്ധിക്കുന്ന ചെറിയ ഡിസ്റ്റാൻഡേഴ്സ് കോമഡി ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എടുപ്പിച്ചിട്ടുണ്ട്. മിസ്റ്ററി ആ ഒരു ത്രില്ലർ എലമെൻറ്റ് എനിക്ക് ഫസ്റ്റ് ഹാഫ് വന്നപ്പോൾ ഓക്കെ പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഐ വാസ് സാറ്റിസ്ഫൈഡ്. ഒരു ഫാമിലി മനസ്സിലായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. അനശ്വര ഇവരുടെ മൂന്നേരെ കോമ്പിനേഷൻ രസമുണ്ട്. എന്തായാലും ബാലുവർഗീസ് നോർമലായി അനശ്വരയും ഒരു നോർമലി കണ്ടുവരാത്ത ഒരു ടൈപ്പ് അത് ഞാൻ പറയുന്നത് സ്പോയിലായിട്ട് ജസ്റ്റ് നല്ല സിനിമയായിരുന്നു. ശരി പുള്ളി വരുമ്പോഴാണ് പടത്തിൻ്റെ ഒരു മോഡ് മാറുന്നത്. സോ മൊത്തത്തിൽ എല്ലാവരും രസമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാൾ അതിലെന്ന് പറയുന്നത് പടം നൈസാണ്. പുണ്യാളൻ എന്ന പടം നന്നായിട്ടുണ്ട്. അതിൽ മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അർജുൻ അശോകൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ ബാലുവർഗീസ് അങ്ങനെ ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവർക്കും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കള്ളൻ്റെ നന്മ അതാണ് ഇതിൽ വരച്ച് കാണിച്ചേക്കുന്നത്. കാരണം അങ്ങനെ ഒരു വർക്കൗട്ടായിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് പുള്ളിയാണ്. നന്നായിട്ടുണ്ട് അവർ നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് ഡയറക്ടർ ഉദ്ദേശിച്ച പോലെ തന്നെ അവർ നല്ലൊരു വർക്കൗട്ടായിട്ടുണ്ട്. ബാലും അനശ്വര രാജനാണെങ്കിലും അനശ്വര രാജൻ്റെ ആക്ഷൻ സീനൊക്കെ ഉണ്ട്. നമ്മൾ അനശ്വര രാജനെ കാണിച്ച പോലെ അല്ല, നല്ല വ്യത്യാസമായിട്ടുണ്ട്. കോമഡി എല്ലാം കൂടെ ചേർന്നോളും. അതന്നെ കോമഡി ഇല്ലെങ്കിൽ നല്ല കഥയുണ്ട്. അങ്ങനെ വേണം പറയുന്നത്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള മലയാള സിനിമ ഇപ്പോൾ എല്ലാം ഇറങ്ങണൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇന്നിറങ്ങിയ ഈ സിനിമയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് നന്നായിട്ടുണ്ട്. ഒരു രസമുണ്ട് പടം കണ്ടിരിക്കാനായിട്ടുള്ളത്. എനിക്കൊന്ന് അർജുൻ അശോകൻ്റെ ഒരു വെറൈറ്റി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടർ നല്ല രസമുണ്ട്. പിന്നെ ബാലുവർഗീസും അനശ്വരരാജനും അർജുൻ അശോകനുള്ള കോമ്പോസിൻസുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പടത്തിന് പോകുന്നത്. അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം ഒരു ഇടുക്കി സ്റ്റൈല് ബേസ്ഡൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈല് രസമുണ്ട്. അപ്പോൾ ടോട്ടലി പറഞ്ഞേക്കുന്നത് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ കൊള്ളാം. പടം കുഴപ്പമില്ല. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി, ഒരു ഫാൻറ്റസി മൂഡിലുള്ളൊരു പടം. ഫാമിലിയായിട്ട് വന്ന് ചിരിക്കാനുണ്ട്. കുഴപ്പമില്ല. ഫാമിലി മൂവിയായിട്ട് കാണാം. അർജുനാശോകം നന്നായിട്ടുണ്ട്. പിന്നെ അനശ്വരരാജനും ഇന്നലെയായിട്ട് നല്ല 2 റോളുകൾ കിട്ടിയിട്ടുണ്ട്. ഫാമിലി മൂവി എന്ന് വെച്ചാൽ ചിരിക്കാനൊക്കെ ഫാമിലിയായിട്ട് വന്ന് എൻ്റർടൈനറാണ് പടം. കുഴപ്പമില്ല കേട്ടോ. അർജുനാശോകം വരുന്നതോടെയാണ് പടം ഒരു മൂഡാകുന്നത്. അത് ബാലുവീര്യത്തിൽ നല്ലതാണ്. പക്ഷേ അർജുനാശോകം വരുന്നതോടെ പടം ഒരു സ്പീഡപ്പാവും. ശരി ലാഗ് ആദ്യം ഒരു ശകലം തോന്നിയായിരുന്നു. പക്ഷേ അർജുനാശോകം വരുന്നതോടെ പടം ലെവലിലാവുകയാണ്. കുഴപ്പമില്ല. നല്ല പടം കേട്ടോ.